ഹലോ നമസ്കാരം സുഖാണോ എല്ലാവർക്കും ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വീണ്ടും ഒരു വ്ളോഗായിട്ടാണ്. ചേച്ചി എന്താ ബ്യൂട്ടി ടിപ്സ് ഒന്നും ഇടാത്തതെന്ന് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ ടൈം കിട്ടുന്നില്ല. നമ്മൾ ബ്യൂട്ടി ടിപ്സ് ഒക്കെ ആകുമ്പോൾ വ്ളോഗ് ആകുമ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ആണെങ്കിൽ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് കാണിച്ചാൽ മതി. മറ്റേ ബ്യൂട്ടി ടിപ്സ് ഒക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യണം. അതിനായിട്ട് എന്താ പറയുക, ടൈം കിട്ടുന്നില്ല. പിന്നെ ഇവിടെ വീടിൻ്റെ അടുത്ത് കുറച്ച് പണികൾ നടക്കുന്നുണ്ട്, കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. അത് കാരണം അതിൻ്റെ ഒരു തട്ടുമുട്ടും ബഹളൊക്കെയാണ്. അപ്പോൾ കുറേ ഡിസ്റ്റർബൻസും ഉണ്ട്, പിന്നെ സമയവും ഇല്ല. അതുകൊണ്ടാണ് എന്തായാലും ഞാൻ വേഗം തന്നെ വീഡിയോ ചെയ്യാം കേട്ടോ. നമുക്ക് പഴയതുപോലെ തന്നെ ബ്യൂട്ടി ടിപ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാം നമ്മുടെ ചാനലിൽ. അപ്പോൾ ഇന്ന് ഒരു വ്ളോഗാണ്. ഞങ്ങളുടെ ഉച്ച മുതൽ രാത്രി വരെയുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് പോലെ കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ പിന്നെ ഓൾറെഡി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ വിചാരിച്ചു ഉച്ചത്തെ ജോലി തൊട്ടിട്ട് രാത്രി വരെയുള്ള കാര്യങ്ങൾ കാണിക്കാം. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്. ഞങ്ങളെല്ലാവരും വീട്ടിലുള്ള ഒരു എന്താ പറയുക ദിവസമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ എല്ലാവരും വീട്ടിലുണ്ട്. പട്ടുവിനാണെങ്കിൽ സ്കൂളില്ല, കുറച്ച് നാളത്തേക്ക് സ്കൂളില്ല, ജൂൺ വരെയൊക്കെ ഇല്ല എന്നാണ് പറയണത്, കൊറോണ കാരണം. പിന്നെ കൊറോണ കാരണം ഞങ്ങൾ പുറത്തേക്ക് പോക്കൊക്കെ നിർത്തി. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ മോൾസും മിക്ക സൂപ്പർ മാർക്കറ്റും പിന്നെ ആളുകൾ കൂടുന്ന പ്ലേസില്ലേ, അതായത് പബ്ബ് അങ്ങനെയുള്ള എല്ലാ പ്ലേസുകളും ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അത് കാരണം നമ്മൾ പുറത്തേക്ക് പോക്കും ഇല്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇന്ന് വീട്ടിൽ തന്നെ കൂടാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഉച്ച മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തണേ. രാവിലെ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയത് പുട്ടും മുട്ടക്കറിയായിരുന്നു. അപ്പോൾ രാവിലെ ഞാൻ വിചാരിച്ചിരുന്നതല്ല വ്ളോഗ് ചെയ്യണമെന്ന്, പിന്നെ പെട്ടെന്ന് തോന്നിയത് അന്ന് വ്ളോഗ് ചെയ്യാം. വ്ളോഗൊക്കെ ചെയ്തിട്ട് കുറച്ച് ദിവസമായില്ലേ. അപ്പോൾ കൊറോണയുടെ പേടി കാരണം ഇവിടെ ഷോപ്സൊക്കെ അടയ്ക്കുമെന്നാണ് പറയണത്. സൂപ്പർ മാർക്കറ്റുകളും പിന്നെ ചെറിയ ചെറിയ കടകളൊക്കെ പെട്ടെന്ന് അടയ്ക്കും എന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കണേ. അതുകൊണ്ട് ചിലപ്പോൾ നമ്മളിന്ന് വൈകിട്ട് ചെറിയൊരു പർച്ചേസിന് ഇറങ്ങും. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഡിമാർട്ടിൽ പോയിട്ട് മന്ത്ലി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ വീട്ടിലുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഡിമാർട്ടിലേക്ക് പോകണില്ല. അവിടെ നല്ല തിരക്കുണ്ടാവും, ആൾക്കാർ കൂടുതലും സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ആ തിക്കും തിരക്കിലേക്ക് പോകണ്ടെന്ന് വിചാരിക്കണം. പിന്നെ ഉണ്ണിനെയും കൊണ്ട് പോകണ്ടേ. അപ്പോൾ ഇവിടെ അടുത്ത് വൈകിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ രാവിലെ തന്നെ വാസും പട്ടും കൂടിയും പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സും പിന്നെ നമുക്കിന്ന് കറി വയ്ക്കാൻ ഞണ്ടാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷിപ്പനിയൊക്കെ പേടിച്ചിട്ട് ഇപ്പോൾ ചിക്കൻ വാങ്ങിക്കലില്ല കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ഞണ്ട് കറി വയ്ക്കണം. അപ്പോൾ കറിവേപ്പിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ബോക്സിലാക്കി എടുത്ത് വയ്ക്കുകയാണ്. കഴുകാണ്ടാണ് വെക്കണത്. സാധാരണ ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് കഴുകിയിട്ട് ഉണക്കിയിട്ടാണ് ബോക്സിനകത്ത് വെക്കുക. ഇന്നിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബോക്സിനകത്താക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ അത് കഴുകിയിട്ട് എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ച് പുറത്ത് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ മറന്നു കഴിഞ്ഞാൽ പിന്നെ അത് കേടായി പോകും. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാം. ആവശ്യത്തിന് എടുക്കുമ്പോൾ കഴുകി ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇനി കുറച്ച് തുണികൾ അലക്കാനുണ്ട്. 2-3 ദിവസമായി അലക്കിയിട്ട്. 2-3 ദിവസം കൂടുമ്പോഴാണ് ഞാൻ അലക്കാറ്. നമ്മൾ 3 പേരല്ലേ ഉള്ളൂ, ഞാനും ഹസ്ബൻഡും വാവയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കുറച്ച് ഡ്രസ്സുകൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അലക്കാനായിട്ടിടാണ്. അതിന് ശേഷം പിന്നെ കറിയൊക്കെ വെച്ച് തുടങ്ങണം. രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അടുക്കളയുടെ ഒരു കോലം കണ്ടില്ലേ. സിങ്ക് നിറച്ച് പാത്രങ്ങളാണ്. പിന്നെ കൗണ്ടർ ടോപ്പ് ആണെങ്കിലും ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു അവസ്ഥയിൽ ഞാൻ വേറെ പാചക പരിപാടിയിലേക്ക് കിടക്കാനില്ല. എല്ലാം നന്നായിട്ട് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം നമുക്ക് ഞാൻ ഡയറി വെച്ച് തുടങ്ങാം. ഇല്ലെങ്കിൽ പിന്നെ പാത്രം കഴുകിയില്ലെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ ഇനിയും പുതിയ പാത്രങ്ങൾ എടുത്തിട്ട് കുക്ക് ചെയ്യും. പിന്നെയും ആ പാത്രങ്ങൾ സിങ്കിൽ നിറയും. എല്ലാം കൂടിയാകുമ്പോൾ നമുക്ക് വട്ട് പിടിക്കും. അപ്പോൾ എന്തായാലും എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം നല്ല പോസിറ്റീവായിട്ട് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എനിക്കുണ്ടല്ലോ അടുക്കളപ്പണിയിൽ ഏറ്റവും ദേഷ്യം ഉള്ളൊരു പണി, ഇഷ്ടമില്ലാത്തൊരു കാര്യം പാത്രം കഴുകലാണ്. അതും ഇതുപോലെ കുന്നായിട്ട് ഇങ്ങനെ കിടക്കില്ലേ, ഒരുപാട് പാത്രങ്ങൾ കഴുകുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുമാതിരിയാണ്. അപ്പോൾ മാക്സിമം ഞാൻ ഇതുപോലെ പാത്രങ്ങൾ നിറയാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട്. സിങ്കിലുള്ള പാത്രങ്ങൾ കഴുകി എടുത്തിട്ടാണ് കുക്ക് ചെയ്യാറ്. എന്തെങ്കിലും ഒരു ദിവസം ചെറുതായിട്ട് ശ്രദ്ധ തെറ്റി കഴിയുമ്പോൾ അതാ ഇതുപോലത്തെ അവസ്ഥയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് വർക്ക് ഫ്രം ഹോമാണ്. ഒരാഴ്ചയായി, ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായിട്ടുണ്ട്. പട്ടൂനാണെങ്കിലും പ്രീ സ്കൂളും ഡേ കെയറും ഒന്നുമില്ല, എല്ലാ സ്കൂളും ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. കാരണം ഞങ്ങൾ 2 പേര് മാത്രമുള്ളെങ്കിൽ കുഴപ്പമില്ല, ഒരു കുഞ്ഞും കൂടി ഉണ്ടല്ലോ. അത് കാരണം നല്ല ടെൻഷനുണ്ട്. പുറത്തേക്കൊക്കെ പോകുമ്പോഴാണെങ്കിലും ഞങ്ങൾ നല്ല ശ്രദ്ധയോടെയാണ് പോണത്. പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നത്തെ പറ്റി കേട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ 2 പേരും പുറത്തു പോകണവരാണ്. ഉണ്ണിയാണെങ്കിലും രാവിലെ പോയാൽ വൈകിട്ട് വരുള്ളൂ. പ്രീ സ്കൂൾ കഴിഞ്ഞ് ഡേ കെയറിൽ പോവും.
അപ്പോൾ നമ്മൾ കൂടുതലും ശ്രദ്ധിച്ചു തുടങ്ങി. പോയി വന്നു കഴിയുമ്പോൾ വീട്ടിൽ കയറിയ ഉടനെ തന്നെ കൈയും കാലൊക്കെ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകാറുണ്ട്. പിന്നെ സാനിറ്റൈസറൊക്കെ പണ്ടേ ബാഗിലുണ്ടാവുമെങ്കിലും മാക്സിമം ഞങ്ങൾ ഉപയോഗിക്കാറില്ല. അതിൻ്റെയൊക്കെ ഒരു ഉപയോഗം കൂടുതലായതും ഈ ഒരു പ്രശ്നം കേട്ടേ പിന്നെയാണ്. അപ്പോൾ ഇന്ന് ഒരു നാടൻ ഞണ്ട് കറിയാണ് വെക്കുന്നത്. നാളികേരപ്പാലൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ട് നല്ല കുരുമുളകൊക്കെ ഇട്ട് നല്ല നാടൻ ഞണ്ട് കറിയാണ് വെക്കണേ. അപ്പോൾ അതിലേക്ക് വേണ്ട സവാളയൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. സവാള കുറച്ച് മതി കേട്ടോ. അധികം ഗ്രേവി വേണമെന്ന് വെച്ചിട്ട് നമ്മൾ കൂടുതൽ സവാള ഇട്ട് കഴിഞ്ഞാൽ ഞണ്ട് കറിക്ക് മധുര രസം ഉണ്ടാവും. അത് കാരണം ഒരു മീഡിയം സൈസ് 3 സവാള എടുക്കണുള്ളൂ. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുത്തിട്ട് ആദ്യം തന്നെ ചട്ടി ചൂടാൻ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. ഇതുപോലത്തെ നാടൻ കറികൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചേർക്കണതാണ് ഏറ്റവും ബെസ്റ്റ്. ആ ഒരു ടേസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. അപ്പോൾ സവാളയല്ല, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ ആ ഒരു കൂട്ട് നമ്മൾ പച്ചമണം മാറാനായിട്ട് ഒന്ന് വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് അരിയും പിന്നെ ഞണ്ടൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. അരിയിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവാനായിട്ട് വെക്കുന്നുണ്ട്. കുക്കറിലാണ് വെക്കണേ. പിന്നെ സവാള ആഡ് ചെയ്യാം. സവാള ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വാടി വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം വിടാനായിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. വഴന്ന് വരുമ്പോൾ നമുക്ക് ഞണ്ട് ചേർത്തിട്ട് ആ ഞണ്ടിലേക്ക് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ ചെറിയൊരു ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബീട്രൂട്ട് നന്നാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഞണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് വേവിക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കുക, കറിവേപ്പില, പിന്നെ കുറച്ച് സവാള ചോപ്പ് ചെയ്തത് ഇട്ടിട്ട് അത് നന്നായിട്ട് വാടി വരുമ്പോൾ ചതമുളകാണ് ഇടുന്നത്. മുളക് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ബീട്രൂട്ടും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം ഞണ്ട് അവിടെ ആവുന്ന ടൈം കൊണ്ട് നമുക്ക് കുറച്ച് നാളികേരപ്പാൽ എടുക്കണം. ഒരു പകുതി മുറിയുടെ നാളികേരമാണ് എടുക്കണേ. പകുതി മുറി നാളികേരം അരച്ചിട്ട് അതിൻ്റെ പാലാണ് പിഴിഞ്ഞെടുക്കണത്. എന്നിട്ട് കുറച്ചും കൂടിയും വെള്ളം അതിൽ ചേർക്കണം. കാരണം ഞണ്ടൊന്ന് ആ നാളികേരപ്പാലിൽ കിടന്ന് കുറുകി നല്ല പോലെ വേവണം. എന്നാലാണ് ആ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഞണ്ടിൻ്റെ ടേസ്റ്റും ആ നാളികേരപ്പാലിലേക്ക് ഇറങ്ങണം. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു പകുതി ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോലികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞണ്ട് അവിടെ വേവട്ടെ. അതിൻ്റെ ഇടയിൽ നമുക്ക് മസാല പാത്രങ്ങളൊക്കെ തിരിച്ചെടുത്ത് വയ്ക്കാം. അല്ലെങ്കിൽ പിന്നെ കൗണ്ടർ ടോപ്പ് പിന്നെയും വൃത്തികേടാവും. പിന്നെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്ത് സിങ്കിൽ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. എന്നിട്ട് പിന്നെ ഞാൻ കുളിച്ചിട്ട് വരാം. കാരണം ഞങ്ങളിന്ന് ഇതുപോലെ നോൺ വെജൊക്കെ വെക്കുന്ന ദിവസം എല്ലാ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുളിക്കാറ്. അപ്പോൾ പട്ടുവിനെയും കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, അവനെയും കുളിപ്പിച്ചു, ഞാനും കുളിച്ചു. അതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പം ഞണ്ട് കറി നല്ല അടിപൊളിയായിട്ടോ. നല്ല മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ലൊരു സെമി ഗ്രേവി പരുവത്തിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുഡടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വീട് ക്ലീൻ ചെയ്യലുണ്ടായിരുന്നു. വീട് അടിച്ച് വാരി തുടച്ചു. പിന്നെ നമ്മൾ അലക്കാനായിട്ട് കുറച്ച് തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതൊക്കെ ഒന്ന് വിരിക്കാനുണ്ടായി. പട്ടു പിന്നെ ഫുഡടിയൊക്കെ കഴിഞ്ഞോടുകൂടി മേലേക്ക് പോയതാണ്. നേരം വെളുക്കുമ്പോൾ തുടങ്ങും കളി. എഴുന്നേറ്റ ഉടനെ ബ്രഷ് ചെയ്യുക, ബ്രേക്ക്ഫാസ്റ്റും കൂടിയും കഴിക്കാണ്ട് പോകും മേലേക്ക്. പിന്നെ നമ്മൾ വിളിച്ച് കഴിഞ്ഞാൽ ഒരുപാട് വട്ടം വിളിച്ച് കഴിഞ്ഞാലാണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പിന്നെ വൈകുന്നേരം ചായയൊക്കെ കുടിക്കാനായിട്ട് വരുള്ളൂ. പിന്നെ ഒരു 7 മണി ആവണം തിരിച്ച് വീട്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ. പിന്നുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് കളിക്കണ കാരണം നേരത്തെ കിടന്ന് ഉറങ്ങിക്കോളും. വലിയ ബുദ്ധിമുട്ടില്ല ഉറക്കി കിട്ടാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ മുമ്പ് എങ്ങനെയായിരുന്നു വെച്ചാൽ 12 മണി 1 മണി വരെയൊക്കെ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓരോന്ന് കഴിച്ചും പിന്നെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ആൾ നന്നായിട്ട് കിടന്ന് ഉറങ്ങും. അപ്പോൾ വൈകുന്നേരം ഇപ്പം ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കുകയാണ്. കുറച്ച് നുറുക്ക് ഗോതമ്പ് അമ്മ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നുണ്ടായി പായസം വെക്കാനായിട്ട്. അമ്മ പോകുമ്പോഴേക്കും ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ തിരക്കൊക്കെ ആയിട്ട് ഞങ്ങളത് വിട്ടുപോയി. അപ്പോൾ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴും അമ്മ ചോദിച്ചിട്ടുണ്ടായി ആ നുറുക്ക് ഗോതമ്പ് എന്ത് ചെയ്തു, പായസമൊക്കെ ഉണ്ടാക്കിയോന്ന്. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഉണ്ടാക്കാം. അപ്പോൾ കുറച്ച് ശർക്കര നീരൊക്കെ ഒഴിച്ച് നാളികേരമൊക്കെ ഇട്ട്, ഏലക്കായ ആഡ് ചെയ്തിട്ടില്ല. ഒന്നാമത് ഏലക്കായയുടെ ഫ്ലേവർ ഇവിടെ ആർക്കും ഇഷ്ടമില്ല. എനിക്കാണെങ്കിലും ഒരു മധുരമാണ് പായസത്തിൽ ഏലക്കായ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ. അപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുക്കുകയാണ് പായസം ഉണ്ടാക്കിയിട്ട്. ഞാനൊരു റോസാത്തണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഒരു സിഗ്നലിൻ്റെ ജംഗ്ഷനിൽ വെച്ചിട്ട് കുറച്ച്
പെൺകുട്ടികൾ വളരെ ചെറിയ പിള്ളേരാണ്. അവർ വന്നിട്ട് വാങ്ങിക്കുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചപ്പോൾ ഒരെണ്ണത്തിന് 20 രൂപയാണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ചു. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നല്ല തണ്ടാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള തണ്ടാണ്, അപ്പോൾ വീട്ടിൽ വന്നിട്ട് നടാമെന്നൊക്കെ വിചാരിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ ഈ അടുത്ത് യൂട്യൂബിലൊരു വീഡിയോ കണ്ടു. നമ്മൾ തേനിൽ തണ്ടിൻ്റെ അറ്റം മുക്കിയിട്ട് നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റോസാപ്പൂ ചെടി നന്നായിട്ട് വളരും എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ ഈ തണ്ട് 2ആയിട്ട് മുറിക്കുകയാണ്. അതിന് മുമ്പ് അതുപോലത്തെ പൂക്കളും ഇലകളും ഒക്കെ റിമൂവ് ചെയ്യാണ്. അതിന് ശേഷം അതിൻ്റെ അറ്റം കുറച്ച് നേരം തേനിൽ മുക്കി വെക്കുകയാണ്. തേൻ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണമെന്നാണ്. നറുതേനാണെങ്കിൽ, അതായത് തേൻ ഉണ്ടാക്കുന്ന നാച്ചുറലായിട്ട് ഉണ്ടാക്കിയ തേനാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. അപ്പോൾ അതിൻ്റെ അറ്റം, റോസാ ചെടിയുടെ അറ്റം തേനിൽ കുറച്ച് നേരം മുക്കി വയ്ക്കുകയാണ്. അതിനുശേഷം നമ്മൾക്ക് കഴിഞ്ഞ ദിവസം ബാർബിക്യൂ നേഷനിൽ പോയപ്പോൾ അവിടെ നിന്ന് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പോട്ടിംഗ് മിക്സ്ചറും പിന്നെ കുറച്ച് ചീരവിത്താണ് കിട്ടിയത്. അതിലിപ്പോൾ പോട്ടിംഗ് മിക്സ്ചർ ഞാനിപ്പോൾ ഇത് നടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് 2 ഹോൾ ഇട്ടിട്ട് അതിലേക്ക് ഇറക്കി വെക്കുകയാണ്. എന്നിട്ടൊരു കവറിങ്ങിന് വേണ്ടിയിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ വെക്കുന്നുണ്ട്. ഇതാകുമ്പോൾ നമ്മൾ നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വെയിലത്ത് വെച്ച് കഴിഞ്ഞാലേ ആ ചൂടും കിട്ടും, എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് തട്ടുമില്ല, പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ ഈർപ്പം നന്നായിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്യണത്. അപ്പം ഞാൻ യൂട്യൂബിൽ കണ്ടതൊരു 20 ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് പൊടിഞ്ഞ് വരുന്നതാണ്. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ വൈകുന്നേരം ഒരു 4 മണിക്കും 5 മണിക്കും ഇടയിൽ കട്ടൻ ചായ കുടിക്കണ പരിപാടി ഉണ്ട് നമുക്ക്. അപ്പോൾ നല്ല കടുപ്പത്തിൽ മധുരം വളരെ കുറച്ചിട്ടിട്ട് കട്ടൻ ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ പട്ടു വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, ഫ്രണ്ടിനെയൊക്കെ കൂട്ടിയിട്ട്. ഒന്നില്ലെങ്കിൽ ബാത്റൂമിൽ പോകാൻ, അല്ലെങ്കിൽ വെള്ളം തായ്ക്കുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ വിശക്കുമ്പോഴൊക്കെയാണ് വീട്ടിലേക്ക് വരാം. വൈകുന്നേരം വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളിവിടെ അടുത്തുള്ളൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവാണ്. കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങി വെക്കാമെന്ന് വിചാരിക്കുന്ന ഒരു മുൻകരുതൽ പോലെ. പിന്നെ പട്ടൂനാണെങ്കിലും കുറച്ചും കൂടി ബിസ്ക്കറ്റും പിന്നെ അവന് ഇഷ്ടപ്പെട്ട നൂഡിൽസും ചിപ്സ് ഐറ്റംസും ഒക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ പിന്നെന്താ, കുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും പിന്നെ അരി, പയർ, പരിപ്പ്, കടല അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയ ഉടനെ പട്ടുവിൻ്റെ സാധനങ്ങളൊക്കെ എന്താ കവറിലുണ്ടോയെന്ന് ചെക്ക് ചെയ്യുകയാണ്. അപ്പോൾ ബില്ലിംഗ് സെക്ഷൻ്റെ അവിടെ വെച്ചിട്ട് ഒരു വട്ടം നോക്കിയിട്ടുണ്ടായി. പിന്നെ ഇവിടെ വന്നിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്യുകയാണ്. എന്തെങ്കിലും ഒന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാൽ ഞങ്ങൾ ഡിമാർട്ടിലൊക്കെ പോകുമ്പോൾ ഇവൻ കുഞ്ഞായിരുന്നപ്പോഴേ ഓരോന്നൊക്കെ ഇതുപോലെ സെലക്ട് ചെയ്ത് ട്രോളിയിലകത്ത് ഇടും. ഞങ്ങളത് ബില്ലിംഗ് സെക്ഷനിലെത്തുമ്പോൾ അത്രയ്ക്ക് അത്യാവശ്യമുള്ള സാധനമല്ല, അല്ലെങ്കിൽ ഹെൽത്തി അല്ലാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് തന്നെ ഞങ്ങളുടെ അടുത്ത് മാറ്റും ട്രോളിയിൽ നിന്ന്. ഇപ്പോൾ കുറച്ചും കൂടി വലിയതായ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അവനായിട്ട് സെലക്ട് ചെയ്ത് എന്തെങ്കിലും ഒന്നും മിസ്സായിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, പിന്നെ ഭയങ്കര കരച്ചിലും ബഹളമാണ്. അപ്പോൾ വാങ്ങിയ സാധനങ്ങളെല്ലാം അതിൻ്റേതായ സ്ഥലത്ത് എടുത്ത് വയ്ക്കുകയാണ്. എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. പിന്നെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഓരോരോ രോഗങ്ങളും കാര്യങ്ങളൊക്കെയാണല്ലേ വരുന്നത്. ഓരോന്ന് ആലോചിക്കുമ്പോൾ പേടിയാവുക. ഇനിയിപ്പോൾ ഇത് എത്രത്തോളം സ്പ്രെഡ് ആവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ എല്ലാം നമ്മളുടെ കയ്യിലാണ്. നമ്മൾ എത്രത്തോളം ശുചിത്വം പാലിക്കുന്നോ അത്രയും നമുക്ക് ഇതുപോലത്തെ അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ നോക്കാം. അതുപോലെ പുറത്ത് പോയി വരുമ്പോൾ കൈയും കാലൊക്കെ നന്നായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകുക. പിന്നെ അധികം ആരോടും അടുത്ത് സംസാരിക്കാതിരിക്കുക. അതായത് ഡിസ്റ്റൻസ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യുക. 1 മീറ്റർ അകലം എപ്പോഴും കീപ്പ് ചെയ്യുക. പിന്നെ സാനിറ്റൈസറൊക്കെ ആയിട്ട് പുറത്ത് പോവുക. സാനിറ്റൈസർ നമ്മൾ എപ്പോഴും കയ്യിൽ കരുതണം. അതായത് നമ്മൾ കൈ കഴുകാൻ
പറ്റാത്ത സാഹചര്യം വരുമ്പോഴാണ് നമ്മളുടെ കയ്യിൽ അണുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാനിറ്റൈസർ ഉപയോഗിക്കുന്നത്. ഇത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം എന്താണെന്നറിയോ, എന്നോട് ഒരാൾ പറഞ്ഞു ഞാൻ പുറത്ത് പോകുമ്പോൾ സാനിറ്റൈസറൊക്കെ തേച്ചിട്ടാണ് പോണേന്ന്. അങ്ങനെ തേച്ചിട്ട് പോയിട്ട് കാര്യമില്ല, നമ്മൾ സാനിറ്റൈസർ കയ്യിൽ പിടിക്കണം. അതായത് ഇപ്പോൾ ഒരുപാട് നേരത്തേക്കൊക്കെയാണ് നമ്മൾ പുറത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഓരോ സമയം ഇടവിട്ട് ഇത് കയ്യിൽ അപ്ലൈ ചെയ്യുക. നമ്മളിപ്പോൾ തൊടുന്ന സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് ചിലപ്പോൾ വൈറസ് പകരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യണവരാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വരുമ്പോൾ നമുക്ക് പോവാതിരിക്കാനും പറ്റില്ലല്ലോ. സാനിറ്റൈസറൊക്കെ കയ്യിൽ പിടിക്കുക, ഇപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഒന്ന് കയ്യിൽ അപ്ലൈ ചെയ്യുക, അതുപോലെ കുറച്ചൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെയും അപ്ലൈ ചെയ്യുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ സാനിറ്റൈസർ തേക്കേണ്ടത്. അല്ലാതെ രാവിലെ സാനിറ്റൈസർ തേച്ചുകൊണ്ട് പിന്നെ നമ്മളുടെ കയ്യിൽ വരുന്ന അണുക്കൾ ചാവില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം. കൈ കഴുകാൻ സോപ്പിട്ട് കൈ കഴുകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മളിതുപോലെ സാനിറ്റൈസറൊക്കെ ഉപയോഗിക്കേണ്ടത്. ഓരോരോ ഐറ്റംസ് അതിൻ്റേതായ പാത്രങ്ങളിൽ സ്റ്റോർ ചെയ്ത് വെച്ചു. പിന്നെ എക്സ്ട്രാ വന്നത് ഞാൻ ഇതുപോലെ ഒരു ബക്കറ്റിനകത്താക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ച് ഫ്രോസൺ ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായി. ചിക്കൻ സോസേജ്, ചിക്കൻ സലാമി, പിന്നെ പാലും തൈരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്യാണ്. അപ്പോൾ ഞാനും വാസും കൂടിയിട്ടാണ് എല്ലാം ഓർഗനൈസ് ചെയ്ത് വെച്ചത്. അപ്പോൾ കുറച്ച് നാളത്തേക്ക് വലിയ കുഴപ്പമില്ലാതെ കഴിയാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി സ്റ്റോക്ക് ചെയ്തു. ഇനി എന്താവുമെന്ന് അറിയില്ല. പിന്നെ നമ്മളൊരു സാനിറ്റൈസറും കൂടി വാങ്ങിയിട്ടുണ്ടായി. ഒരു വലിയ പാക്ക് നമ്മൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലൊക്കെ സാനിറ്റൈസർ കിട്ടാനില്ല എന്ന് പറയുന്നുണ്ടായി. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഡെലിവറി ബോയ്സൊക്കെ പല സ്ഥലത്ത് പോയിട്ട് വരുന്നതല്ലേ എന്നുള്ളൊരു പേടിയാണ് എല്ലാവർക്കും. അതുകൊണ്ട് അങ്ങനെ വാങ്ങിക്കാനും പറ്റാത്തൊരവസ്ഥയാണല്ലേ. അപ്പോൾ സാനിറ്റൈസർ ഇല്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കൈ കഴുകിയാൽ മതി. അപ്പോൾ വൈകിട്ടത്തേക്ക് വേറെ പണികളൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പട്ടുവിന് ഭക്ഷണം കൊടുത്തു. പട്ടുന്ന് ഭയങ്കരമായിട്ട് കളിച്ച കാരണം നല്ല ക്ഷീണം ഉണ്ടായി. പെട്ടെന്ന് തന്നെ എൻ്റെ മടിയിൽ കിടന്ന് ഉറങ്ങി. വലിയൊരു സന്തോഷമാണ് ഇതുപോലെയൊക്കെ ഉറങ്ങുമ്പോൾ. അല്ലെങ്കിൽ എന്തൊരു കഷ്ടപ്പാടാണെന്നറിയോ ഒന്ന് ഉറങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വല്ലപ്പോഴും ഒരിക്കലൊക്കെയാണ് ഇതുപോലെ ഒന്ന് ഉറങ്ങാം. അപ്പോൾ പട്ടുവിനെ കിടത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ചെറിയൊരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ എന്തെങ്കിലും ഒരു ബ്യൂട്ടി ടിപ്പോ അല്ലെങ്കിൽ ഇതുപോലത്തെ വ്ളോഗോ ലൈഫ് സ്റ്റൈൽ ടിപ്സൊക്കെ ആയിട്ട് ഞാൻ വരാം. അതുവരെ ബൈ.